നമ്മളെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? 100% സാക്ഷരതയാണെന്ന് പറയും, ദരിദ്രമുക്ത കേരളമാണെന്ന് പറയും. അങ്ങനെ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. ബസ് കയറിയാൽ ജാക്കി വയ്ക്കൽ, ഒളിഞ്ഞു നോട്ടം, എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ ഉടുതുണി ഇല്ലാതെയാണ് ജനങ്ങൾ നടക്കുന്നത്. നൂറുമാവ് പഞ്ചായത്തിൽ നടന്ന ഒരു ഇഷ്യൂ നോക്കും. പഞ്ചായത്തിൻ്റെ ഉള്ളിലാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ബോധം തീരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിന് അധികൃതർ തക്കതായ പണി കൊടുക്കണം, അല്ലാതെ നമ്മുടെ കേരളം രക്ഷപ്പെടില്ല. അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഈ പോക്ക് പോയാൽ. ഇതിനൊരു തീരുമാനം എടുക്കുക തന്നെ വേണം. ഇതൊന്ന് കണ്ടു നോക്കും. ലഹരിയിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി വനിതാ പ്രസിഡന്റിനെയും മറ്റു ജീവനക്കാരെയും തുണി ഉരിഞ്ഞു കാണിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആനിക്കാട് സ്വദേശിയായിട്ടുള്ള അജിത് ഫ്രാൻസിസിനെയാണ് കീഴ്വായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 4:30 ആനിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ആദ്യം ഈ തർക്കം തുടങ്ങുന്നത്. പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ വാഹനം ഈ പഞ്ചായത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടേക്ക് ബുള്ളറ്റിലെത്തിയ അജിത് ഫ്രാൻസിസ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ തുണി ഉരിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് കയറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നാലെ പുറത്തേക്ക് ഇറങ്ങിയ ഇയാൾ ഇവിടെ മറ്റാളുകൾക്ക് മുൻപിലും നഗ്നതാ പ്രദർശനം നടത്തി. ആളുകൾ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച സമയത്ത് ഈ പ്രതി സ്വയമായി തന്നെ ഫോൺ എടുക്കുകയും സെൽഫി വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് കീഴ്വായ്പൂർ പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തിയതിനു ശേഷം ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷമാണ് ഈ പ്രതിയെ കീഴടക്കിയത്. എന്താണെങ്കിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.